നമസ്കാരം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തത് 2010 മാർച്ചിൽ let f 1 3 4 2 3 4 5 g 3 4 5 2 6 8 10 f of 1 equal to 3. ഇവിടെ തന്നിട്ടുണ്ട് f of 1 equal to 3, f of 3 equal to 4, f of 4 is equal to 5, g of 3 is equal to 6, g of 4 is equal to 8, g of 5 is equal to 10. ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഗോ ഓഫ് 3 is equal to what? ഗോ ഓഫ് 3 മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഗോ ഓഫ് 3? നമുക്ക് ചെയ്ത് നോക്കാം. ഗോ ഓഫ് 3 is equal to എന്താ വരിക? g of f of 3 ആണ്. g of f of 3. അപ്പോൾ g of f of 3യുടെ വാല്യൂ നമ്മൾ തന്നിട്ടുള്ളതെന്ന് പിക്ക് ചെയ്യാം. f of 3 is equal to എന്താണ്? 4. വീണ്ടും നമ്മൾ g of 4 തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. g of 4 എന്താണ്? 8. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? 8. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ചോദ്യം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2010 സെയിൽ ചോദിച്ച ചോദ്യമാണ്. ലെറ്റ് f of x equal to x minus 1, g of x equal to x minus 3 by x minus 1. പിന്നെന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനിരിക്കുന്നത്. 4x ഒന്നാമത്തെ 4x. ബി ക്വസ്റ്റ്യൻ ആണ് f dash x and g dash x, g inverse x, f inverse x and g inverse x. സി എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗോ ഓഫ് ഇൻവേഴ്സ് എക്സ്. ആദ്യം നമുക്ക് 4 കണ്ടുപിടിക്കാം. 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഓഫ് g of x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f ഓഫ് g of xന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x minus 3 by x minus 1. അപ്പോൾ അത് വീണ്ടും f ഓഫ് x എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറി. എക്സിന് പകരം നമ്മൾ ഈ മുഴുവൻ കൊടുക്കണം. f ഓഫ് എക്സിൽ എന്താണ്? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus 3 by x minus 1. ഇവിടെ -1 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ്? x minus 3ൽ എക്സിന് പകരം നമ്മൾ x minus 3 by x minus 1 minus 3. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LC എടുക്കുക. x minus 3 minus 1 into x minus 1 by x minus 1 divided by x minus 3 by x minus 1. ഇവിടെ minus 3 into x minus 1. അപ്പോൾ x minus 1 will get cancel. അപ്പോൾ ഇവിടെ എന്തായി? നമുക്ക് ആൻസർ കിട്ടും x minus 3 minus x plus 1 whole divided by x minus 3 minus 3x plus 3, which is equal to x cancel minus 3 plus 1 പറയുമ്പോൾ minus 2 by ഇവിടെ 3യും 3യും ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ minus 2x. അപ്പോൾ minus 2 കട്ട് ചെയ്ത് 1 by x ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. 4xൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാനുണ്ട്. b is equal to f dash x ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ f of x നമുക്ക് തന്നിട്ടുള്ളത് x minus 1 by x minus 3. അപ്പോൾ ഇതിന് y കൊടുക്കുമ്പോൾ x minus 1 by x
3x minus. Cross ചെയ്യുമ്പോൾ xy minus 3y is equal to x minus 1. x ഉള്ളത് ഒരുമിച്ച് കൊടുക്കുക. xy minus x equal to 3y minus 1. x into y minus 1 is equal to 3y minus 1. x equal to 3y minus 1 by y minus 1. അപ്പോൾ x എന്ന് പറയുന്നത് നമുക്കറിയാം g of y ആണ്. അപ്പോൾ f dash x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g ആണ്. f dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g ആണ്. അപ്പോൾ ഇവിടെ f dash x ചോദിച്ചത് f dash x എങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഇത് y-യിലാണ് കിടക്കുന്നത്, മനസ്സിലായോ? g of y എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ f dash x കണ്ടുപിടിക്കാൻ പറയുമ്പോൾ y-ക്ക് പകരം നമ്മളിത് കൊടുക്കണം, x കൊടുക്കണം. ഇവിടെ 3x minus 1 by x minus 1. 3x minus 1 by x minus 1. അതാണിത് f inverse x എന്ന് പറയുന്നത്. മനസ്സിലായോ? സാധാരണ നമ്മൾ f inverse എന്ന് പറയുന്നത് g of y എന്നാണ് എഴുതുക. ഇവിടെ f dash x എന്ന് അവർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ വൈക്ക് പകരം നമ്മൾ ഇവിടുത്തെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ. ഇനി ഇതിൽ രണ്ടാമത്തെ നമുക്ക് ചെയ്യാനുള്ളത് ബി എന്ന് പറയുന്നത് ബി തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജി ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ജി ഇൻവേഴ്സ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1. ഇതിന് നമ്മൾ y എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് 3. എക്സ് വൈ എക്സ് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് ആയി, വൈ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് വൈ ആയി. എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു വൈ മൈനസ്, അതായത് ഇവിടെ എക്സ് കോമൺ ആയിട്ട് എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3 ബൈ വൈ മൈനസ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സാധാരണ, അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്നുള്ളത് ഇവിടെ എഫ് ഓഫ് എക്സ് പോലെ തന്നെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജി ഈക്വൽ ടു എന്താ വരും? സാധാരണ എഫ് ആണ് വരുന്നത്. അപ്പോൾ അതിവിടെ ഈ വൈഡ് ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ ജി ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ വൈക്ക് പകരം നമ്മൾ കൊടുക്കുക എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സി ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗോഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു തിയറം മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ ഇതുവരെയും ഉപയോഗിക്കാത്ത, എക്സാമ്പിൾ എക്സസൈസിലൊന്നും ഉപയോഗിക്കാത്തൊരു തിയറാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 എടുത്തു കഴിഞ്ഞാൽ തിയറം 2 എന്താണ് അത് പറയുന്നത്? ഗോഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ്. അപ്പോൾ ഇതൊരു ഫോർമുലയായിട്ട് നമ്മൾ കാണാതെ പഠിക്കണം, എന്നാലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഗോഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എഴുതാവുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ് നമ്മൾ ബിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1. ഇനി വീണ്ടും ഇത് എഫ് ഡാഷ് എക്സിന്റെ ഫോർമാറ്റിലായി, എഫ് ഇൻവേഴ്സ് എക്സിന്റെ ഫോർമാറ്റിലായി. അതെന്താണ്? 3 എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് ഉള്ളടത്ത് ഈ വാല്യൂ മുഴുവൻ കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 മൈനസ് 1. ഇനി ഇതിൻ്റെ എൽസിയം കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു എക്സ് മൈനസ് 3 മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 divided by x minus 3 minus x minus 1 divided by x minus 1. X minus 1 will get cancelled. പിന്നെ എന്ത് കിട്ടും? ബ്രാക്കറ്റ് തുറക്കുമ്പോൾ 3x minus 9 minus x plus 1 divided by x minus 3 minus x plus 1. അപ്പോൾ 3x minus x എന്നുള്ളത് 2x ആയി, minus 9 plus 1 minus 8 whole divided by x will get cancelled, minus 3 plus 1 minus 2. അപ്പോൾ ഇവിടെ -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ -x + 4 ഡിവൈഡഡ് ബൈ -2. അപ്പോൾ -2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ എന്താ കിട്ടുക? -x + 4 -x + 4 അല്ലെങ്കിൽ 4 - x. ഇതാണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു മോഡൽ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യും. അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രോബ്ലം 2011 മാർച്ചിൽ 2011 മാർച്ച് മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അവിടെ എന്താണ് ചോദ്യം? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. F 1 2 3 4 2 5. ഇവിടെ സെറ്റ് 1 2 3 4 ടു സെറ്റ് 5. പിന്നെ തന്നിട്ടുണ്ട് എഫും തന്നിട്ടുണ്ട് 1 5 2 5 3 5 4 5. ഇതാണ് ഫംഗ്ഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ഡസ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവെർട്ടിബിൾ? എഫ് ഈസ് ഇൻവെർട്ടിബിൾ, അതാണ് ചോദ്യം. എഫ് ഇൻവെർട്ടിബിൾ ആണോ? ഇവിടെ നോക്ക്, ഇൻവെർട്ടിബിൾ ആണെങ്കിൽ 1 1 and 1 2 ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 1 2 3 4 എന്നുള്ള സെറ്റിൽ നിന്ന് 5 എന്ന് പറയുന്ന സെറ്റിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് 1 5 2 5 3 5 4 5. അപ്പോൾ ഇത് ക്ലിയർ ആണ്. ഇതെന്താണ്? 1 1 ഫംഗ്ഷൻ അല്ല, അല്ലേ? ദിസ് ഈസ് നോട്ട് 1 1 ഫംഗ്ഷൻ. എന്താ കാരണം? ബിക്കോസ് image of 1 2 3 4 is 5. ഇത് many one function ആണ്. അപ്പോൾ അതുകൊണ്ട് 1 1 ഫംഗ്ഷൻ ആണ്. 1 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്താം? എഫ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. അപ്പോൾ ഇതിലത്തെ ഈ 2010 ക്വസ്റ്റ്യനിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അറിയാവുന്നതാണ്. അത് അടിയിൽ ഡിനോമിനേറ്റർ 0 ആയിരിക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, പിന്നെ ജി ഓഫ് വൈ തന്നിട്ടുണ്ട്. (7y + 4 / 5y - ചോദ്യം ഇതാണ്, ഫൈൻഡ് ഗോഫ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എഫ് എം ജി തന്ന സ്ഥിതിക്ക് ഗോഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x + 4 / 5x - ഇനി ജി ഓഫ് വൈയുടെ ഇതിൽ ഫോർമാറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈക്ക് പകരം കിടക്കുന്നത് ഈ മുഴുവൻ ആൾക്കാർക്കാണ്. അപ്പോൾ അതിന് വൈക്ക് പകരം നമ്മളിത് മൊത്തം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 7 × വൈക്ക് പകരം ഇത് മുഴുവൻ 3x + 4 / 5x - 7 + 4 അതുപോലെ ഇടുക. അടിയിൽ 5y എന്നുള്ളടുത്ത് 3x + 4 / 5x - 7 -3. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ എൽസിയം കാണുമ്പോൾ 7 × 3x + 4 + 4 × 5x - 7 whole divided by 5 × 3x + 4 - 3 × 5x - 7. അവിടെ 5x - 7 5x - 7 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് ക്യാൻസലായി. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. ഇനി അതിൻ്റെ ബാക്കി നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21x + 28 + 20x - 28 divided by 15x + 20 - 15x + 20. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 41x 28 ക്യാൻസൽ, 15x ക്യാൻസൽ by 41 = x. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഗോഫ്. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് 2011 സെയിലെ ക്വസ്റ്റ്യൻ. 2011 സെയിൽ മാർച്ചിലെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തത്. ഇനി 2011 സെയിൽ. 2011 സെയിൽ. ടു എക്സ് പ്ലസ് 1 വന്നിട്ടുണ്ട്. ഇവിടെ എക്സ് ബിലോങ്സ് ടു എൻ ആണ്. ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ്. എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, 1 ഇഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ ഫംഗ്ഷനായിട്ട് നമ്മൾ ഇത് എടുക്കും. ചോദ്യം എന്താണ്? ഫൈൻഡ് ഗോഫ്. ഫൈൻഡ് ഗോഫ് ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഗോഫ് എന്ന് പറയുന്നത് എന്താണ്? ഗോഫ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ജി ഓഫ് എക്സിന്റെ ഫോമിൽ എന്താ? എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് കൊടുത്ത് നമ്മൾ കൊടുക്കണം എക്സ് പ്ലസ് 1 മൈനസ് 1. ക്യാൻസൽ ചെയ്തു. ആൻസർ നമുക്ക് എക്സ്. വളരെ എളുപ്പമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ കാണുമ്പോൾ വളരെ വലിയൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ. ചെയ്യാനുള്ളത് 2012 സെയാണ്. അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എഫ് ആർ ടു ആർ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിലാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. Find fourth. Find fourth. And fourth of 1. And fourth of 1. അപ്പോൾ നമുക്ക് ആദ്യം ഫോഫ് കണ്ടുപിടിക്കണം. ഫോഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ എഫ് ജിയിൽ കൊടുക്കുക. പക്ഷെ ഇവിടെ രണ്ടും എഫ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് അതാണ് ഫോഫ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 കണ്ടു. ഇനി ഇവിടെ നമുക്ക് വീണ്ടും എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലാണ്. പക്ഷേ എക്സിന് പകരം നമ്മൾ ഈ 3 ടേം കൊടുക്കണം. ഇത് മുഴുവനായിട്ടും എക്സ് ആണ്. അപ്പോൾ അടുത്തത് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ എന്ത് എഴുതണം? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് എന്നുള്ളടത്തും എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് 2. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ 3 ടേമിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ വരിക? അതായത് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് എന്താ? അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്ക് മൈനസ് കൊടുത്താൽ മതി. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca. ഇതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഐഡന്റിറ്റി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിയാത്തവർ എഴുതി. അത് വെച്ചിട്ട് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം. കുറച്ച് ലെങ്തി ആയിട്ട് വരും. അത് കുഴപ്പമില്ല. ബേസ് ഇപ്പോൾ നോക്കാം. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയറാണ് ഇവിടെ നിന്നുള്ളടുത്ത് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് 3യുടെ സ്ക്വയർ 9. അപ്പോൾ 9x സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 കിട്ടും. പിന്നെ നമുക്ക് കിട്ടുക ഇവിടെ എ ബി എന്നുള്ള ടേം പ്ലസ് 2ab എന്നുള്ള ടേം. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ടേം മൈനസ് ചെയ്തുകൊണ്ട് അത് മൈനസ് ആകും. 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 3x. പിന്നെ 2bc എന്നുള്ള ടേം ബി നെഗറ്റീവ് ആയതുകൊണ്ട് അതും നെഗറ്റീവ് ആവും. നെഗറ്റീവ് 2 ഇൻറ്റു 3x ഇൻറ്റു അല്ലെങ്കിൽ ഇവിടെ ബി എന്നുള്ളടത്ത് മൈനസ് 3x കൊടുത്ത് ചെയ്താലും ഇൻറ്റു സി എന്നുള്ള ടേം എന്താ? 2. അപ്പോൾ മൈനസ് 2bc പ്ലസ് 2ca. സി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് മാത്രം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഇത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3x സ്ക്വയർ കിട്ടും. -3 ഇൻറ്റു -3x എന്ന് പറയുമ്പോൾ പ്ലസ് 9x കിട്ടും.
മൈനസ് 6 പ്ലസ് 2. വളരെ വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ തെറ്റും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഇവിടെ ചുരുക്കി എഴുതും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു 4 പ്ലസ് 9x സ്ക്വയർ പ്ലസ് 4. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ മൈനസ് 6x3. ഇവിടെ മൈനസ് 12x. ഇവിടെ പ്ലസ് 4x സ്ക്വയർ. പിന്നെ ഇത് മൈനസ് 3x സ്ക്വയർ പ്ലസ് 9x മൈനസ് 6 പ്ലസ് 2. അതുപോലെ തന്നെ ഇനി നമുക്ക് ലൈഫ് ടേംസ് ഒക്കെ ആഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് റേസ് ടു 4 ഒരു ടേം ഉള്ളൂ. പിന്നെ അടുത്ത് ഡിഗ്രി വൈസ് എഴുതാൻ നമുക്ക് നല്ലത്. അപ്പോൾ മൈനസ് 6x3. ഇനി എക്സ് സ്ക്വയറിൻ്റെ നോക്കിയേ, 9x സ്ക്വയർ ഉണ്ട് പ്ലസ് 4x സ്ക്വയർ ഉണ്ട് മൈനസ് 3x സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ 4 മൈനസ് 3 1 1 പ്ലസ് 9 10x സ്ക്വയർ കിട്ടും പ്ലസ് 10x സ്ക്വയർ. ഇനി നമുക്ക് എക്സിൻ്റെ ടൈം നോക്കാം. എക്സിൻ്റെ ടൈം എന്തൊക്കെ വരുന്നത്? മൈനസ് 12x ഉണ്ട്, പിന്നെ പ്ലസ് 9x ഉണ്ട്. അപ്പോൾ മൈനസ് 3x ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 4 ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് 6 പ്ലസ് 2 ഉണ്ട്. മൈനസ് 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 4 ഉണ്ട്, പ്ലസ് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് പോയി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് ഏതിൻ്റെ ആൻസർ? അത് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സൈനൊക്കെ തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ. എന്താണ്? ഫോഫ് കിട്ടി കഴിഞ്ഞാൽ ഫോഫ് ഓഫ് 1 കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഫോഫിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. ഇവിടെ എക്സിന് പകരം കാണിക്കുന്നത് 1. ഇവിടെ 1 കൊടുക്കുക. 1/4 മൈനസ് 6 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 10 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1. എന്താ വരിക? 1/4 1. ഇവിടെ മൈനസ് 6 പ്ലസ് 10 മൈനസ് 3. അപ്പോൾ 11 മൈനസ് 9 ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മുടെ ആൻസർ. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2014 മാർച്ച് 2014 മാർച്ചിലെ ക്വസ്റ്റ്യനാണ്. അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ എഴുതാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു x raised to 1/3, find g of f of x and f of g of x. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും. ഇത് ശരിക്ക് നമ്മൾ എക്സസൈസിൽ ഇത് റെഫർ ചെയ്യാനായിട്ട് എക്സസൈസ് 1.3 തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ 2014 മാർച്ച് മാത്രമല്ല, പിന്നെ 2015 സേ, പിന്നെ 2016 മാർച്ച്, അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ വരിക? എഫ് ഓഫ് എക്സ് 8x³. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് തന്നുണ്ട്. എന്താണ്? x raised to 1/3 ആണ്. ഇവിടെ എക്സിന് പകരം 8x³ കൊടുക്കുക. അപ്പോൾ 8x³ ഹോൾ റേസ്ഡ് ടു 1/3. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2³ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 2x, കാരണം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2³ ആണ്. അപ്പോൾ 2³ x³ എന്നുള്ളത് 2x³ ആണ്. പിന്നെ ഇൻറ്റു 1/3. അത് a raised to m ഹോൾ റേസ്ഡ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫോർമുലയാണ്. അപ്പോൾ 3 will get cancelled. ആൻസർ ഈസ് 2x. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഗാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സിൻ്റെ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? x raised to 1/3 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 8 എക്സിന് പകരം x raised to 1/3 all raised to 3.
3 will get cancelled. 8x. അപ്പോൾ 2x-ഉം 8x-ഉം ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്. 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തോളൂ ഈ ക്വസ്റ്റ്യൻ്റെ അവിടെ. അതായത് നിങ്ങൾ എക്സസൈസിലോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോ അത് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് 2014 സേ ആണ്. 2014 സേ. ഇവിടെ f(x) തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2x + 1/3. ഫൈൻഡ് ഫോഫ് ഉണ്ട്. എല്ലായിടത്തും ഫോഫ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഫോഫ് എന്നുള്ളത് അധികം കാണില്ല. ഫോഗ് ഗോഫ് എന്നാണ്. ഇവിടെ ഫോഫ് എന്ന് പറയുന്നത് രണ്ടും എഫ് തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടബിൾ. എഫ് ഈസ് ഇൻവെർട്ടബിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഫോഫ് കണ്ടുപിടിക്കാതെ. ഫോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളടത്ത് 2x + 1/3. അപ്പോൾ വീണ്ടും നോക്കി ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ ഇതിലത്തെ എക്സ് എന്നുള്ളടത്ത് വീണ്ടും നമ്മളിവിടെ ഇത് ഫുള്ളായിട്ട് കൊടുക്കണം. അപ്പോൾ 2 × 2x + 1/3 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇത് എൽസിയം കാണുമ്പോൾ 2 × 2x + 1 ഇവിടെ +3/3 ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന്. മനസ്സിലായോ? ഇനി നമ്മളിവിടെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 2x എന്ന് പറയുമ്പോൾ 4x + 2 + 3 ഹോൾ ഡിവൈഡ് ബൈ 3. ഇതിങ്ങോട്ട് പോകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/3 ആയിട്ട് മാറും. 1/3 ആയിട്ട് മാറും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x + 2 + 3 5. 4x + 5/9 നമുക്ക് ആൻസർ കിട്ടും. 4x + 5 ഡിവൈഡഡ് ബൈ 9 ആണ് ഇവിടുത്തെ ആൻസർ. 4 ആൻസർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇൻവെർട്ടബിൾ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇൻവെർട്ടബിൾ പ്രൂവ് ചെയ്യാനായിട്ട് 2 കണ്ടീഷൻ ഉണ്ട്. ഗോഫും ഫോഗും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ 1, 1 and 1, 2 വെച്ചിട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 1, 1 and 1, 2 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ 2x 1 + 1/3 = 2x2 + 1/3. 3 will get cancelled. അപ്പോൾ 2x1 + 1 = 2x2 + 1. 1 1 cancel. 2x1 is equal to 2x2. 2 2 cancel. x1 is equal to x2. Therefore f is 1 1. f is 1 1. ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു y എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എഴുതി വയ്ക്കാം. y ഈക്വൽ ടു 2x + 1/3 എഴുതുക. 3y is equal to 2x + 1. 2x equal to 3y - 1. x equal to 3y - 1/2. ഇനി നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 3y - 1/2 is equal to 2 × 3y - 1/2 + 1/3. 2 2 will get cancelled. So 3y - 1 + 1/3. 1 1 will get cancelled. 3y/3. 3 3 will get cancelled. Y. f of x equal to y. f is on to. പിന്നെ നമുക്ക് അവസാനം എഴുതിക്കാം. സിൻസ് എഫ് ഈസ് 1 1 and on to, f is invertible. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചതാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ചെയ്ത് 2014 സേയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2016 സേയിലെ ക്വസ്റ്റ്യൻ. 2016 സേ.
2016 സെയിൽ. 2016 സെയിൽ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് തന്നിട്ടുണ്ട്, R2 R ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജിയും R2 R ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കോമ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗോ ഓഫ് എക്സ് ആണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, വീണ്ടും ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഇത് ആൻസർ ഉണ്ട്, ഓപ്ഷൻ 3. സെയിൽ ചോദിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2017 മാർച്ച്. മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാണ്. അതിതാണ് ഫൈൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ഫോഗ് ആൻഡ് ഗോ if f of x equal to x plus 1 modulus x plus 1 and g of x equal to 2x minus 1. 2x minus 1. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഫോഗ് കണ്ടുപിടിക്കാം. ഫോഗ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2x minus 1. അപ്പോൾ വീണ്ടും എഫ് ഓഫ് എക്സിൻ്റെ ഫോർമാറ്റിലായി. എക്സിന് പകരം നമ്മൾ കൊടുക്കണം, ഇവിടെ 2x minus 1 കൊടുക്കും. മോഡുലസ് 2x minus 1 plus 1. അപ്പോൾ ആൻസർ മോഡുലസ് 2x. മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഗോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? മോഡുലസ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ അത് ജി ഓഫ് എക്സിൻ്റെ ഫോർമാറ്റിലായി. ഇവിടെ എക്സിന് പകരം മോഡുലസ് എക്സ് പ്ലസ് 1 കൊടുക്കും. അപ്പോൾ 2 മോഡുലസ് എക്സ് പ്ലസ് 1 മൈനസ് 1. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. മോഡുലസ് എന്ന് കാണുമ്പോൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് 2017 സേ ആണ് ഇപ്പോൾ ചെയ്തത്. പിന്നെ 2017 സേയിൽ തന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ലെറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 2017 സേ തന്നെ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ ചെയ്തതെന്ന് വേണ്ടി പറയാം. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 R, ജി എന്ന് പറഞ്ഞാലും R2 R, ബി 2 1 1 ഫങ്ഷൻസ്, ബി 2 1 1 ഫങ്ഷൻസ്. അതായത് എഫും ജിയും ഇവിടെ 1 1 ഫങ്ഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. Check whether GOF is 1 1 or not. 1 1 or not. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എഫും ജിയും 1 1 തന്നിട്ടുണ്ട്. ഗോഫ് എന്ന് പറയുന്നത് 1 1 ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ ചെയ്ത ആ പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ 18 ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്യും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. 2017 സേല ക്വസ്റ്റ്യൻ 2 ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. കിട്ടാതെ വരുമ്പോൾ മാത്രം ആ വീഡിയോ റെഫർ ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2018 മോഡലിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 2018 മോഡൽ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ ഫംഗ്ഷൻ എഫ്
A to B, where A is equal to 1, 2, 3. B is equal to 4, 5, 6. Defined by f of 1 equal to 5, f of 2 is equal to 6, f of 3 is equal to 4. Check whether f is bijective. If it is a bijective, write F inverse as set of ordered pairs. വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇൻഫർമേഷൻസ് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ആദ്യം നമ്മളെന്ത് പ്രൂവ് ചെയ്യണം? ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പേര് കേൾക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നരുത്. അത് 1, 1 and 2 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയണേ. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1, 1 and 2. അപ്പോൾ ആദ്യം അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ സിമ്പിളായിട്ട് ഡയഗ്രാം വരച്ച എഫ് ഓഫ് 1 x1 ആകുമ്പോൾ y5. ഇവിടെ തരുമ്പോൾ തന്നിട്ടുള്ളത് മാത്രമാണ് ഫംഗ്ഷനുള്ള ആൾക്കാർ. 2 തരുമ്പോൾ 6, 3 തരുമ്പോൾ 4 ഉണ്ട്. 3 തരുമ്പോൾ 4. അപ്പോൾ ഇവിടെ നോക്കി ഈ സെറ്റിൽ 1, 2, 3, ഈ സെറ്റിൽ 4, 5, 6. അവിടെ ഓൾറെഡി നോക്കി ഇത് 1, 1, 2 ആണെന്ന് നമുക്ക് ഈ ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലായില്ലേ. സെറ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ട്? 4, 5, 6 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ 4, 5, 6 ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എവറി എലമെന്റ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ്, അത് സെന്റൻസ് തന്നെ നമ്മൾ എഴുതാം. ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് in second set. Therefore f is 1, 1. അത് പ്രൂവ് ചെയ്യാം. പിന്നെ വീണ്ടും ഇവിടെ എന്ത് എഴുതാം? എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് എഴുതാം? റേഞ്ച് ഓഫ് f is equal to codomain of f. Therefore f is on 2. അപ്പോൾ 1, 1 and on 2 ആണ്. അത് പ്രൂവ് ചെയ്ത് ഓൾറെഡി. അപ്പോൾ എന്ത് എഴുതണം? യെസ്, f is bijective. ബൈജക്റ്റീവ് ആണെങ്കിൽ അവർ ഇവിടെ ഇത് നമ്മൾ എഫ് എന്നുള്ളത്, ഇവിടുത്തെ എഫ് എന്നുള്ളത് നമ്മളിങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ 1, 5, 2, 6, 3, 4 എന്നാണ് വരിക. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ചെയ്താൽ പറയുന്നുണ്ട്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ വരിക? തലതിരിച്ച് എഴുതുക. 5, 1, 6, 2, 4, 3. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട്. ഇതുപോലത്തെ നമ്മൾ ഓർഡർ പേര് തന്നിട്ട് എഴുതാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വലുതായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് 2018 മാർച്ചിലെ 2018 മാർച്ച്. എന്താണ് ചോദ്യം? ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1, എഫ് എക്സ് ബൈ എക്സ് മൈനസ് 1, ഫൈൻഡ് ഫോഫ്. 2-3 ക്വസ്റ്റ്യനിൽ ഈ ഫോഫ് ചോദിച്ചിട്ടുണ്ട്.
അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഫോഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ്, എഫ് ഇൻവേഴ്സ്, ഫൈൻഡ് ഫോഫ് ആൻഡ് എഫ് ഇൻവേഴ്സ്. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫോഫ് കണ്ടുപിടിക്കാം. ഫോഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് വൺ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഫോർമാറ്റിലാണ്. എക്സ് ഉള്ളിടത്തുണ്ട് എഴുതണം എക്സ് ബൈ എക്സ് മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ബൈ എക്സ് മൈനസ് വൺ മൈനസ് വൺ. എക്സ് ബൈ എക്സ് മൈനസ് വൺ എൽ സി എടുക്കുമ്പോൾ എക്സ് മൈനസ് ഓഫ് എക്സ് മൈനസ് വൺ. മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടൈം വരുമ്പോൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മുടെ സൈൻ മാറി എക്സ് മൈനസ് വൺ കട്ട് ചെയ്തു. ഇവിടെ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് കട്ട് ചെയ്തു, ബാക്കി എന്താ വരിക? വൺ വരും. അപ്പോൾ എക്സ് ബൈ വൺ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫോഫ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ഇൻവേഴ്സ് ആണ്. രണ്ടാമത്തേത് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 14 നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് വൺ. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജി ആണ് നമുക്കറിയാം. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് വൺ, എക്സ് വൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ്, എക്സ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു വൈ മൈനസ് വൺ ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു വൈ ബൈ വൈ മൈനസ് വൺ. എക്സ് ആണ് എന്ത്? ജി എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ആൻസർ കിട്ടിയത് വൈ ബൈ വൈ മൈനസ് വൺ. ഇതാണ് എഫ് ഇൻവേഴ്സിൻ്റെ ആൻസർ. ഇവിടെ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്, വൈയിലേക്ക് മാറിയെന്ന് മാത്രം. നമുക്ക് ചെയ്യാനുള്ളത് 2019 മാർച്ചിലെ ചോദ്യമാണ്. 2019 മാർച്ച്. മാർച്ച്. ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന്. അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഫൈൻഡ് ഫോക്ക്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നത് അങ്ങനെ സൈൻ എക്സ് ആണ്. അപ്പോൾ എക്സ് എന്നുള്ളത് ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലും എക്സ് എന്നുള്ളത് എക്സ്. അപ്പോൾ സൈൻ ഓഫ് എക്സ് സ്ക്വയർ.